സുകുമാരൻ നായർ ഈ സമയത്ത് എന്തുകൊണ്ട് പിണറായിയെ പിന്തുണച്ചു എന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം UDFിനോടുള്ള നീരസമാണ്. കാരണം പണ്ടേ പോലെ UDF നേതാക്കൾ പെരുന്നയിൽ കയറിയിറങ്ങുന്നില്ല എന്ന് തന്നെ. സുകുമാരൻ നായരുടെ മാനസപുത്രനായ ചെന്നിത്തല നായർക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നായയുടെ വില പോലും ഇല്ല എന്നതാണ് മറ്റൊന്ന്. ഈ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2018 ശബരിമലയിലെ പ്രക്ഷോഭത്തിന്റെ ഗുണഭോക്താക്കളായത് UDF ആയിരുന്നു. 20-ൽ 19 സീറ്റും നേടിക്കൊണ്ട് 2019 ജയിച്ച അവർ പിന്നീട് തിരിഞ്ഞു നോക്കിയതുമില്ല. ശബരിമലയ്ക്ക് UDF ഒന്നും ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ മിക്കവാറും ഭരണത്തിൽ മേൽക്കൈ ഉണ്ടാവുക മുസ്ലിം ലീഗിനാകുമെന്ന് NSS ഭയപ്പെടുന്നു. വെള്ളാപ്പള്ളിക്കും ഇതേ ആശങ്കയുണ്ട്. UDF ഭരണത്തിൽ വന്നാൽ SDPI മുതൽ മദനി വരെ എല്ലാവരും മുസ്ലിം ലീഗിനൊപ്പം തോൾ ചേർന്ന് കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരുമെന്ന് അവർ ഭയപ്പെടുന്നു. കേരളത്തിലെ BJPക്ക് ഇരു മുന്നണികളെയും അട്ടിമറിച്ച് ജയിക്കുവാനുള്ള പാങ്ങായിട്ടില്ല എന്നതും ഒരു ഘടകമാണ്. ആ നിലയ്ക്ക് ശബരിമലയിൽ സമസ്ത അപരാധം ഏറ്റുപറഞ്ഞ് കാല് പിടിക്കാനെത്തിയ പിണറായി സ്വാമിയാണ് ഭേദമെന്ന് സുകുമാരൻ നായർക്ക് തോന്നിയാൽ അത്ഭുതമുണ്ടോ? BJPക്കും ഇത് ഭാവിയിൽ ഗുണമേ ആകൂ. UDFന് ഇനിയൊരു തവണ കൂടി ഭരണം പോയാൽ കേരളത്തിൽ അവരുടെ വെടി തീരും. മറുഭാഗത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിച്ചെടുത്ത് BJP വളരുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ പോപ്പിനറിയാം. ചുമ്മാതാണോ ആശാൻ ഗണേശനെ പിടിച്ച് NSS ഡയറക്ടർ ബോർഡിൽ ഇരുത്തി ചങ്ങനാശ്ശേരി ഭരിക്കുന്നത്?